ഇവനെ പോലെയുള്ള ഓൺലൈൻ ലൈംഗിക കച്ചവടക്കാരുടെ കയ്യിലൊക്കെ നമ്മുടെ ഫോട്ടോസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതിക്രമിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമേറിയ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ഇതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറെക്കുറെ എല്ലാവരും പ്രായഭേദമന്യേ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം, അതേപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയകൾ. ഒരു സമയത്ത് ചുരുക്കം ചില ആൾക്കാർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാം ഇന്ന് പ്രായഭേദമന്യേ ചെറിയവരും വലിയവരും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തും പല ആശയങ്ങൾ പങ്കുവച്ചും ഏറെക്കുറെ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇവനെ പോലുള്ള കുറേ കാബാലികന്മാരെ മാത്രമാണ്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇടുന്ന നമ്മുടേതായ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇന്ന് ഒരു കൂട്ടം യുവാക്കൾ ഡൗൺലോഡ് ചെയ്ത് അത് മോർഫ് ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ലൈംഗിക കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടു അല്ലെങ്കിൽ കേട്ടിട്ടുള്ള സംഭവമായിരുന്നു നമ്മുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് കച്ചവടം ചെയ്യുന്നത്, നമ്മുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം അത് സുലഭമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ തുടങ്ങിയ കാര്യമായിരിക്കില്ല. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പോഴാണ് ഇതേപോലെ ഓരോരോ ആൾക്കാരെ നമ്മൾ പുറത്തറിയുന്നത്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ ഇടുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതേപോലുള്ള കാബാലികന്മാരെടുത്ത് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിതിൻ മോഹൻദാസ് എന്ന് പറഞ്ഞൊരു പയ്യനെന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുടെ പേരിൽ ഒരുപാട് പെൺപിള്ളേർ മുൻപും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് പോലീസ് ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് റിപ്പോർട്ടർ TV പുറത്തിറക്കിയ ഒരു വീഡിയോ കാരണം ഇന്ന് അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല പെൺകുട്ടികളും പരാതി കൊടുത്തിട്ടും പിടിക്കാൻ പറ്റാത്ത ഒരു പ്രതി പോലീസിന് മതിയായ തെളിവുകളില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അവന് മോർഫ് ചെയ്യാനും മറ്റും ഉപയോഗിച്ച ഡിവൈസുകൾ കണ്ടു കിട്ടാത്തത് കൊണ്ടും പോലീസ് കേസെടുക്കാതിരുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി റിപ്പോർട്ടർ ചാനൽ പുറത്തിറക്കിയ ഒരു വീഡിയോ കാരണം ഇന്ന് പോലീസിന്റെ കയ്യിലകപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നവനാവും, അല്ലെങ്കിൽ നാട്ടുകാരനാവും, അല്ലെങ്കിൽ കണ്ടു പരിചയം ഉണ്ടാവും. ഇവനെ പോലെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിടിക്കപ്പെടുന്നത് വരെ ചിലപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ മാന്യന്മാർ ഇവരായിരിക്കും. പക്ഷെ ഇതേപോലെ പിടിക്കപ്പെടുമ്പോഴായിരിക്കും ഇവരുടെ ഉള്ളിൽ ഇത്രയും നീചമായ രൂപമുണ്ട് എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഇവന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി, ടെലിഗ്രാം പോലെയുള്ള ചാനലുകൾ വഴി കച്ചവടം ചെയ്തിരുന്ന ഫോട്ടോസ് എല്ലാം ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാണുന്ന ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് മാത്രമായിരിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ പ്രേമം നടിച്ച് പല പെൺപിള്ളേരെയും ഇവന്റെ വലയിൽ വീഴ്ത്തിയതിനു ശേഷം വാങ്ങിയ ഫോട്ടോസും ആകാം. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മോർഫ് ചെയ്ത ഫോട്ടോസിന് പുറമെ ചിലപ്പോൾ സ്വമേധയാ ചില പെൺപിള്ളേർ ഇവന്റെ പ്രേമം കണ്ട് അല്ലെങ്കിൽ ഇവന്റെ പ്രേമത്തിൽ വീണ് സ്വമേധയാ ഫോട്ടോസ് അയച്ചു കൊടുത്ത ആൾക്കാരുണ്ടാവും. അതായത് ചെറിയ പിള്ളേർ മുതൽ വയസ്സായവരുടെ പോലും ഫോട്ടോസ് മോർഫ് ചെയ്ത് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ലൈംഗിക കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവന്റെ എല്ലാം മാനസികാവസ്ഥ എന്തായിരിക്കും? സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ എല്ലാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തലത്തിലാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക്. 100% സാക്ഷരതയുള്ള മാന്യന്മാരാണെന്ന് സ്വയം പറഞ്ഞെടുക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒരു സമയത്ത് സിനിമയിൽ മാത്രം കണ്ടും കേട്ടും കൊണ്ടിരുന്ന ഈ ഒരു വിഷയം, ബ്ലാക്ക് മെയിലിങ്, ഹണി ട്രാപ്പ്, ഇതേപോലെ മോർഫിങ്, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാർ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിലർ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഫോട്ടോസ് എല്ലാം മോർഫ് ചെയ്ത് കച്ചവടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ വീഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളിടുന്ന നമ്മുടെ സ്വന്തം ഫോട്ടോസ് നമ്മൾ പോലും അറിയാണ്ട് ഡൗൺലോഡ് ചെയ്ത് മോർഫ് ചെയ്ത് അത് ലൈംഗിക കച്ചവടം നടത്തുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റിപ്പോഴുണ്ട്. ചിലപ്പോൾ നമുക്കറിയാണ്ട്, ചിലപ്പോൾ നമുക്കിടയിലും ഇതേപോലെ ആൾക്കാരുണ്ടാവും. നമ്മുടെ മുമ്പിൽ അവരെല്ലാം മാന്യന്മാരായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ അവർ പകൽ മാന്യന്മാരായിരിക്കും. സ്വന്തം ബന്ധം മറന്ന് അല്ലെങ്കിൽ അമ്മ പെങ്ങന്മാരുടെ ബന്ധം മറന്നിട്ട് സ്വന്തം ഫോട്ടോസ് പോലും മോർഫ് ചെയ്ത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെച്ച് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ഒരു കൂട്ടം കാബാലികർ. അതായത് പരസ്പരം ആരാന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് എടുത്ത് അത് മോർഫ് ചെയ്ത് ലൈംഗിക ചുവയുള്ള ഫോട്ടോസും വീഡിയോസ് ആക്കിയിട്ട് അത് വാങ്ങാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന ഒരു തരം നികൃഷ്ട ജീവികൾ, അങ്ങനെ തന്നെ ഇവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോലും അറിയാണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാണ്ടാണ് നിങ്ങളുടെ എല്ലാം ഫോട്ടോസ് ഇവരെടുത്ത് മോർഫ് ചെയ്ത് കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെ ഇതുപോലുള്ള കാബാലികന്മാരുടെ വലയിൽ ചെന്ന് ചാടാതിരിക്കുക. എന്തായാലും പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ റിമാൻഡിലാണെന്നാണ് ന്യൂസിലെല്ലാം കാണാൻ കഴിഞ്ഞത്. അകത്ത് കിടക്കട്ടെ, ഇവനെ പോലുള്ളവരെല്ലാം അകത്ത് കിടക്കുന്ന ഏറ്റവും ബെറ്റർ. മനുഷ്യന്റെ മാനത്തിന് വില കൽപ്പിക്കാത്ത ഇതേപോലെ ആളുകളെല്ലാവരും തുറങ്കിലടക്കപ്പെടുക ചെയ്യണം. പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം, തുറങ്കിലടക്കപ്പെടണം. മനുഷ്യന്റെ മാനത്തിനും സന്തോഷത്തിനും വില കൽപ്പിക്കാൻ പറ്റാത്തവർ ജയിലിൽ കിടക്കുന്നതാണ് നല്ലത്. ഇവനെ പോലെയുള്ള ആളുകളുടെ വലയിൽ ഒരിക്കലും വീഴാതിരിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.